ഓം സഹനാഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തൽപുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാര്യമന്യാനസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ഓം ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗൻസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം പരമഗുരുഭ്യോ നമഃ. ഓം പരാപരഗുരുഭ്യോ നമഃ. ഓം ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആന ശൃണ്വന്നോതിഭിസ്സീദസാദനം. വക്രതുണ്ടമഹാകായ കോടിസൂര്യസമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ശ്രീ മഹാഗണാധിപതേ നമഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർഗസ്ഥിതി പ്രളയഹേതുമചിന്യശക്തിം വിശ്വേശ്വരം വിദിത വിശ്വമനന്തമൂർത്തിം നിർമുക്തബന്ധനം അപാരസുഖാംബുരാശിം ശ്രീവല്ലഭം വിമലബോധഘനം നമാമി. ശ്രീമദ്ഭാഗവതാർത്ഥപുഷ്കലതനും ശ്രീവല്ലഭം ശ്രീഗുരും ശ്രീമത്പൂരുഷസൂക്തസൂചിതമഹാതത്വപ്രദീപം പരം ശ്രീമത്കമ്പുകധാരി പങ്കജലസത്പാണിം സുരേശം ഹരിം ശ്രീമത്പാദസരോജസംസൃതമനാഹ വന്ദേഹമാനന്ദിത. ഓം ശ്രീവല്ലഭേശായ നമഃ. ഓം കല്യാണീം കലികാലദോഷശമനീം കാരുണ്യവാരാനിധിം കല്യാണാചലകാർമുകസ്യ ദയിതാം കാന്താരവിന്ദേക്ഷണാം ലക്ഷ്മീകാന്തസഹോദരീം ധനുദിതാം സർവാർത്ഥസിദ്ധിപ്രദാം നവ്യക്ഷേത്രനിവാസിനീം ഭഗവതീം വന്ദേ പരാമംബിയാം. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഒരിക്കൽ കൂടി ഈ പുണ്യ സങ്കേതത്തിൽ വരാനും പതിവ് മുടങ്ങാതെ സത്രവേദിയിൽ ശ്രീമദ് ഭാഗവത ചിന്തകൾ പങ്കുവയ്ക്കാനും അവസരം തന്ന് അനുഗ്രഹിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇവിടെ
നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്ന വലിയ തിരുമേനിയുടെയും മറ്റ് തിരുമേനിമാരുടെയും ഒക്കെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രോതാക്കളായി എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും സത്ശ്രദ്ധയുടെ മുമ്പിൽ സാദരം പ്രണമിച്ചുകൊണ്ട് പഞ്ചമസ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിലേക്ക് നേരിട്ട് കടക്കാം. കാരണം 1 മണിക്കൂർ സമയം കൊണ്ട് എങ്ങനെയാണ് ഭരതചരിതവും ഋഷഭാവതാരവും ഒക്കെ പറയുന്നതെന്ന് ഉള്ളിലൊരു ചെറിയ ശങ്ക ഉണ്ടായിരുന്നു എന്നുള്ളത് തുറന്നു പറയട്ടെ. പക്ഷേ ആ ശങ്ക പൂർണ്ണമായിട്ട് മാറി സംപൂജ്യനായ ആരാധ്യനായ സ്വാമിജി സ്വാമിയാർ തന്നെ അത് നല്ലൊരു ഉദ്ഘാടനം അതിന് നടത്തിവെച്ചു. ഇന്ന് തന്നെയല്ല, സമുദ്ഘാടനം എന്ന് പറയാം. കാരണം അതിലെ ആദ്യത്തെ ശ്ലോകം അദ്ദേഹം വിശദീകരിക്കുകയും കൂടെ ചെയ്തു എന്നായിരുന്നു. ആ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കട്ടെ. കാരണം അദ്ദേഹവുമായിട്ട് വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. സൗഹൃദം എന്ന് പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. സ്വാമിയാരോടൊക്കെ സൗഹൃദം എന്ന് പറയാമോ എന്ന് വിചാരിക്കരുത്. സ്വാമിയാരാകുന്നതിനൊക്കെ വളരെ കാലം മുമ്പേ തുടങ്ങിയതാണ് ഞങ്ങളുടെ സൗഹൃദം എന്നർത്ഥം. എങ്കിലും ഇപ്പം പരമമായ ഒരു സ്ഥാനത്തെ അലങ്കരിക്കുന്ന ആ മഹാത്മാവിൻ്റെ പാദങ്ങളിലും എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് 5 എപ്പോഴും നമ്മളിങ്ങനെ സപ്താഹവേദികളിൽ എടുത്തെടുത്ത് പറയാറുള്ളതാണ് എന്നർത്ഥം. 5 ഓർക്കാൻ എളുപ്പമുണ്ട് എന്നർത്ഥം. ഭഗവത്ഗീത പറയുമ്പോൾ ഒരു 4:24 കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ബ്രഹ്മാർപ്പണം മന്ത്രം മുഴുവൻ പറയാൻ സാധിച്ചില്ലെങ്കിൽ 4:24 എന്നെങ്കിലും പറയണം എന്ന് തമാശ പോലെ പറയാറുണ്ട് എന്നർത്ഥം. അതുപോലെ ഋഷഭോപദേശം ഓർക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. 5-ാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം. കൂടുതൽ ആമുഖത്തിലേക്ക് പോകാതെ നേരത്തെ സ്വാമിയാർ സൂചിപ്പിച്ചതുപോലെ 27 ശ്ലോകങ്ങൾക്ക് 27 മണിക്കൂർ തന്നെ പോരാന്നർത്ഥം. അതുകൊണ്ട് കുറച്ച് ചിന്തകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാൻ കഴിയട്ടെ. നല്ല ചിന്തകൾ ഉള്ളിൽ ഉണരാനും അവ നല്ല വാക്കുകളായി പുറത്തേക്ക് വരാനും സർവാന്തര്യാമിയായ ശ്രീ ഗുരുവായൂരപ്പനും മള്ളിയൂർ ഗണപതി ഭഗവാനും ഇവിടുത്തെ തിരുമേനിയും സദ്ഗുരുനാഥൻ ചിന്മയ ഗുരുനാഥനും ഒക്കെ അനുഗ്രഹിക്കട്ടെ. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ ആദ്യം തിരുമേനിയെ അനുസ്മരിക്കാതെ സംസാരം തുടങ്ങാൻ പാടില്ല, മനസ്സ് സമ്മതിക്കില്ല എന്നർത്ഥം. കാരണം അദ്ദേഹം ശരീരത്തോടു കൂടി ഇവിടെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇവിടെ വരാനും ഇവിടെ സ്ഥിരമായിട്ട് മാസം തോറും നടക്കുന്ന ഭാഗവത സപ്താഹം അദ്ദേഹം ജീവനോടുകൂടി ഇരിക്കുന്ന സമയത്ത് ഒടുവിൽ നടത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്നാണ്. അന്ന് ദിവസമെന്ന് പറയുന്നത് പോലെ ശയ്യാവലംബിയായ തിരുമേനിയുടെ അടുത്ത് പോയി കുറേ സമയം ചിലവാക്കുക, കുറച്ച് ഭഗവത്ഗീതയും ഉപനിഷത്തും ഒക്കെ ചർച്ച ചെയ്യുക. അവസാനം പോരാനായപ്പോൾ വയ്യായെങ്കിൽ പോലും ഇടത്തുവശത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് 2 കൈ ഈ തലയിൽ വെച്ചിട്ട് നല്ലൊരു അനുഗ്രഹം കൂടി തന്നു. ഭാഗവതം പറയുമ്പോൾ കഥ മാത്രം പറഞ്ഞാൽ പോരാ, തത്വമൊക്കെ വിശദീകരിച്ചു കൊടുക്കണം കേട്ടോ. ആ മഹാത്മാവിൻ്റെ പാദങ്ങളിൽ. അതിനുശേഷം പിന്നെ ഞങ്ങൾ രാമായണ മാസത്തിൽ വരാം കാണാമെന്ന് പറഞ്ഞിട്ട് പോയി. വേറൊരു സപ്താഹത്തിന് ഞങ്ങൾ പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്യാഗത്തിൻ്റെ വാർത്ത കിട്ടിയതെന്നർത്ഥം. ആ അനുഗ്രഹത്തിന്, അദ്ദേഹത്തിൻ്റെ തന്നെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് 5-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായത്തിലെ കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കാം. 1-ാമത്തെ ശ്ലോകം സംപൂജ്യനായ സ്വാമിയാർ സൂചിപ്പിച്ചതുപോലെ മനുഷ്യജന്മം വിഷയസുഖത്തിനുള്ളതല്ല. മലയാളം ഭാഗവതം പരിചയമുള്ളവർക്കൊക്കെ അറിയാം, കൃമിജന്മത്തിലും എളുതായി വരും ഈ വിഷയസുഖം. നല്ലൊരു ഓർമ്മിപ്പിക്കലാണ് എന്നർത്ഥം. അത് തന്നെയാണ് ശുദ്ധമായ ഭാഷയിൽ 1-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത് എന്നർത്ഥം. മനുഷ്യജന്മത്തിൻ്റെ പവിത്രതയും ദൗർലഭ്യവും എന്ന് പറയും. എക്സ്ട്രീംലി സ്കേഴ്സ് മനുഷ്യജന്മം എന്നർത്ഥം. നമുക്ക് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് എന്ന് പറയുന്നത് പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മത്തിൻ്റെ വില പലപ്പോഴും അറിയില്ല, അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മൾ ഭാഗവതത്തിലേക്കും ഭഗവത്ഗീതയിലേക്കും വരുന്നത് വരെ എന്ന്. എത്രയോ സ്ഥലങ്ങളിലാണ് മനുഷ്യജന്മത്തിൻ്റെ ദൗർലഭ്യം സൂചിപ്പിക്കുക എന്നർത്ഥം.
സപ്തമസ്കന്ധം ആരംഭിക്കുമ്പോൾ തന്നെ, ആറാമത്തെ സ്കന്ധം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ പ്രഹ്ലാദൻ അത് പറഞ്ഞുകൊണ്ടാണ് കുട്ടികളോട് സംവദിക്കുന്നത്. ദുർലഭം മാനുഷൻ ജന്മം തദപി അധ്രുവം അർത്ഥതം. വളരെ ഗംഭീരമായ 2 വാക്കുകളാണ് എന്നർത്ഥം. തദപി, ഇൻസ്പൈറ്റ് ഓഫ്, ഇംഗ്ലീഷിൽ പറയുന്നത്. അധ്രുവമാണ്, അർത്ഥതമാണ്. അധ്രുവം അൺസർട്ടൺ, ഒരു തീർച്ചയില്ല. എപ്പോഴാണ് പെർപെൻഡിക്കുലറായിട്ട് പോകുന്നതൊക്കെ ഹൊറിസോണ്ടലാകുന്നു, ഒരു തീർച്ചയില്ല എന്നർത്ഥം. അതേസമയം അർത്ഥതമാണ്, സോ മീനിങ് ഫുൾ. എന്തുകൊണ്ട്? പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം അറിയാൻ ഈ മനുഷ്യജന്മം പോലെ ഇത്ര സമർത്ഥമായിട്ട് മറ്റൊരു ജന്മവും ഇല്ല തന്നെ എന്നർത്ഥം. അതുകൊണ്ട് ദുർലഭമായ ആ മനുഷ്യജന്മം തപസ് ചെയ്ത് മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ നിയന്ത്രിക്കണം എന്നർത്ഥം. അതാണ് അവിടെ സൂചിപ്പിക്കുന്ന പ്രധാനമായിട്ട് സംഗതി. ഇതിനൊക്കെ തടസ്സം നിൽക്കുന്നത് സൃഷ്ടിയുടെ പരമ്പര ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്നർത്ഥം. അടുത്ത മറ്റന്നാളത്തെ പ്രഭാഷണം അവിടെ വിഷയം അതാണ്. വരാഹാവതാരത്തോടനുബന്ധിച്ച് പുരാണത്രയ സമീക്ഷാ സത്രത്തിൽ ഇതാണ് വിഷയം. അതിനു വേണ്ടിയിട്ട് കുറച്ചൊന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്, സൃഷ്ടിയുടെ ഓരോ ഭാവങ്ങൾ വരുമ്പോൾ ഒടുവിക്കൊണ്ട് നിർത്തും ബ്രഹ്മദേവൻ ഇതൊക്കെ സൃഷ്ടിച്ചു എന്നർത്ഥം. മഹാമോഹവും അന്ധതാമിശ്രവും താമിശ്രവും അജ്ഞാനവും ഒക്കെ എന്നർത്ഥം. ആ അജ്ഞാനമാണ് നമ്മെ മറയ്ക്കുന്നത്. അതിൻ്റെ പല തലങ്ങളാണ്. അതാണ് മഹാമോഹം, അല്ലേ? ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണം, അഥവാ തോന്നുകയാണെങ്കിലോ അഖിലം ഞാനിതെന്ന വഴി തോന്നണം എന്നർത്ഥം. അതിനെന്തുകൊണ്ട് തടസ്സമായിട്ട് നിൽക്കുന്നു? സംപൂജ്യ സ്വാമിയാർ സൂചിപ്പിച്ചു 2 വാക്കുകളിൽ, അല്ലേ? അഹം ബ്രഹ്മാസ്മി എന്നുള്ള 2 വാക്കിൽ ഇത് മുഴുവൻ, അല്ലെങ്കിൽ ത്വം തത് അസി എന്ന 3 വാക്കിൽ ഇത് മുഴുവൻ അടങ്ങിയിരിക്കുന്നു. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര വളരെ വിശദീകരണം പുരാണങ്ങളിൽ തന്നിരിക്കുന്നത്? നമ്മെപ്പോലുള്ള സാധാരണക്കാർക്ക്, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക്, അല്ലേ? പെട്ടെന്ന് ഓർമ്മ വന്ന അർജുനൻ്റെ ചോദ്യമാണ് എന്ന്. തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. വായുവിനെ നിയന്ത്രിക്കുന്നതിനേക്കാൾ ദുഷ്കരമാണല്ലോ ഭഗവാനെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്നറിയാം. ഭഗവാൻ 100% അത് എൻഡോഴ്സ് ചെയ്തു. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. ഇമ്പോസിബിൾ, അഗ്രാഹ്യം എന്ന് പറഞ്ഞില്ല എന്നർത്ഥം. പിന്നെ വൈരാഗ്യ അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത. അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ അഭ്യാസ വൈരാഗ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ജന്മമാണ് മനുഷ്യജന്മം. എന്തുകൊണ്ട്? വിവേകത്തിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്ന മനുഷ്യർക്ക് അത് സാധിക്കും എന്നർത്ഥം. അതാണ് അവിടെ സൂചിപ്പിക്കുക. അപ്പോൾ തപസ്സുകൊണ്ട് അന്ധകരണത്തെ ശുദ്ധമാക്കണം. ചിത്തസ്യ ശുദ്ധയെ കർമ്മ ന വസ്തൂപലബ്ധയെ ഉറപ്പിച്ച് ശ്രീശങ്കര ഭഗവത്പാദർ, ഭഗവാൻ ഭാഷ്യകാരൻ വിവേകചൂടാമണിയിൽ നമ്മെ ഓർമ്മിച്ചു. ചിത്തസ്യ ശുദ്ധയെ കർമ്മ ന വസ്തൂപലബ്ധയെ. പരമപദപ്രാപ്തിക്കല്ല കർമ്മങ്ങൾ. പിന്നെ എന്തിനു വേണ്ടിയിട്ട്? ചിത്തസ്യ ശുദ്ധയെ. കർമ്മം കൊണ്ട് കിട്ടുന്നതല്ല ജ്ഞാനം, പരമമായ ഭാവം. പിന്നെ എന്തിനു വേണ്ടിയിട്ട്? അന്ധക്കരണശുദ്ധി. ആ അന്ധക്കരണശുദ്ധിയെ നേടുന്നതോടുകൂടി മനസ്സിൻ്റെ മാലിന്യം, ചാഞ്ചല്യം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. മാലിന്യം കൂടുന്നത് കൊണ്ടാണ് ചാഞ്ചല്യം, അല്ലേ? അത് കൂടുന്നത്. അത് നിരന്തരമായ അഭ്യാസം കൊണ്ട്. നേരത്തെ പറഞ്ഞു അഭ്യാസം. എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ സുന്ദരമായ ഒരു പ്രയോഗമുണ്ട്. സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം. നമ്മൾ ഒരുപാട് വേദികളിൽ ആവർത്തിക്കാറുള്ളതാണ്. സന്തത അഭ്യാസ ദൃഢീകൃത ചേതസ്. ഇത് നേടിയെടുക്കാൻ മനുഷ്യജന്മം പോലെ മറ്റൊരു ജന്മമില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ സൂചിപ്പിച്ചു, ആ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ, അഹം ബ്രഹ്മാസ്മി എന്ന പരമമായ തത്വത്തെ ബുദ്ധി കൊണ്ട് ഉറപ്പിക്കാനും ജ്ഞാനം, പരിശീലനം വഴി അത് അനുഭവിക്കാനും വിജ്ഞാനം. അതുകൊണ്ടാണല്ലോ അർജുനനോട് ഭഗവാൻ പറഞ്ഞ ജ്ഞാനം വിജ്ഞാനസഹിതം. വെറുതെ പറഞ്ഞ് ഉട്ടോപ്യൻ സിദ്ധാന്തം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? ഇത് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ സാധിക്കണം. അത് സൂചിപ്പിച്ചു.
അതിനുള്ള മാർഗത്തെ അതും സംപൂജ്യനായ സ്വാമിയാർ സൂചിപ്പിച്ചിട്ടാണ് സമർപ്പിച്ചത് എന്നർത്ഥം. എളുപ്പ വഴി എന്താണ് അതിന്? ശ്രീമദ് ഭാഗവതത്തിൽ 3-4 സ്ഥലങ്ങളിലെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതും അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. ദർശനാദേവ സാധവ. ദശമസ്കന്ധം 48-84 നല്ല ഓർമ്മയാണ്. കാരണം ഫിഗർ തിരിച്ചിട്ടാൽ മതിയല്ലോ. 48-84 രണ്ടിലും ഇതേ വാചകം കാണാം എന്നത്. ദർശനാദേവ സാധന. എത്രയോ ജന്മങ്ങൾ നിങ്ങളെ വിഗ്രഹാരാധന കൊണ്ടും വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടും തീർത്ഥാടനം കൊണ്ടൊന്നും പോകാത്ത അന്ധകരണ മാലിന്യം പാപവാസനകൾ ദർശനാദേവ സാധവ. മഹാത്മാക്കളുടെ അല്ലേ ഇനി കാണാൻ പോകുന്നുണ്ട്. വിനാമഹത്പാദ രജോഭിഷേകം. ഇനി അവിടെ വരെ എത്തിയില്ലെങ്കിൽ അത് മുൻകൂറായിട്ട് അതങ്ങോട്ട് പറയാം. അത് മഹാത്മാക്കളെ സേവിക്കലാണ് ഏറ്റവും നല്ല മാർഗം. ഇന്ന് നമ്മോട് ജീവിച്ചില്ലേ, അടുത്ത കാലത്ത് ദേഹം ഉപേക്ഷിച്ച് പോയ എത്രയോ മഹാത്മാക്കൾ ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്നറിയാം. നമ്മുടെ സദ്ഗുരുനാഥൻ ചിന്മയ ഗുരുനാഥൻ സ്പഷ്ടമായിട്ടത് എഴുതിയിട്ടുണ്ട്. ഭഗവാൻ രമണ മഹർഷിയെ കാണാൻ പോയ കഥ എന്നർത്ഥം അല്ലേ. ദ യങ് മാൻ ഹു ഗോട്ട് ഔട്ട് ഓഫ് ദ ഹോൾ വാസ് നോട്ട് ദ യങ് മാൻ ഹു എൻറ്റേർഡ് ദ ഹോൾ എന്നാണ് പറഞ്ഞത്. ഭഗവാൻ ഇരുന്ന മുറിയിലേക്ക് പ്രവേശിച്ച ബാലകൃഷ്ണമേനോനല്ല തിരിച്ചറിഞ്ഞത്. സീ ദ ട്രാൻസ്ഫോർമേഷൻ. ഇതാണ് മഹാത്മാക്കളുടെ സന്നിധിയിൽ സാധിക്കുക. അത് വളരെ സ്പഷ്ടമായിട്ട് സൂചിപ്പിച്ചു. മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗം, സജ്ജന സർഗം, നേയം സജ്ജന സർഗേ ചിത്തം സൂചിപ്പിച്ചു. അപ്പോൾ നേരത്തെ സ്വാമിയാർ സൂചിപ്പിച്ചതുപോലെ മഹാത്മാക്കളുടെ ലക്ഷണം കൂടി സൂചിപ്പിക്കണ്ടേ? ഇല്ല, ഭാഗവതത്തിലൊക്കെ ഇത് പല അവസരങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നർത്ഥം. എങ്ങനെയാണ് മഹാത്മാക്കളെ തിരിച്ചറിയുക എന്നർത്ഥം. പ്രകടമായ ചില ലക്ഷണങ്ങൾ അവിടെ സൂചിപ്പിച്ചു എന്നർത്ഥം. ഒന്നാമത് അവർക്ക് എല്ലാവരോടും സൗഹൃദമായിരിക്കും എന്നർത്ഥം അല്ലേ. പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഭഗവത്ഗീത തന്നെയാണ്. കാരണം ഗുരുനാഥനിൽ നിന്ന് കൂടുതൽ പഠിച്ചതും 40-ലധികം വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഭഗവത്ഗീത ആയതുകൊണ്ട് അതിങ്ങനെ കൂടെ ഓർമ്മ വരും. 5-ാമത്തെ അധ്യായം സമർപ്പിച്ചപ്പോൾ പറഞ്ഞു, സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. അതിനു മുമ്പ് പലതും പറഞ്ഞു, ഭോക്താരം ലോകമഹേശ്വരൻ ഒക്കെ. പക്ഷേ ഒടുവിൽ പറഞ്ഞു നിർത്തിയത് എന്താ? സുഹൃദം സർവഭൂതാനാം. സർവഭൂതങ്ങളുടെയും സുഹൃത്തായിട്ട് എന്നെ അറിയൂ. അതറിഞ്ഞവരെയാണ് ഇവിടെ കൃതസൗഹാർദ്ദാർത്ഥ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? പണ്ഡിത സമദർശിന. ഈ സമദർശിത്വത്തെയാണ് നമ്മുടെ ശാസ്ത്രം ഏറ്റവും ഉയർത്തി കാട്ടുന്നതും അർജുനന് ആദ്യം ഉപദേശിച്ച് തുടങ്ങിയതും എന്നർത്ഥം. അർജുനന് അപ്പോഴൊന്നും അത് പിടികിട്ടിയിട്ടൊന്നുമില്ല എന്നർത്ഥം. പക്ഷേ ആദ്യം നല്ലൊരു ഡോസ് കൊടുക്കണമല്ലോ, അതുകൊണ്ട് അർജുനന് ഭഗവാൻ അത് കൊടുത്ത് തുടങ്ങിയതാണ്. പിന്നീട് അതൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമദർശിത്വം നേടിയവരെയാണ് ഇവിടെ മഹാത്മാക്കളിൽ നിന്ന് സൂചിപ്പിച്ചത്. അത് കഴിഞ്ഞാലോ അവർക്ക് ഭഗവത് മാഹാത്മ്യത്തെ ചിന്തിക്കുന്നതല്ലാതെ മറ്റൊന്നിലും ഉദ്ധവരോട് ഉപദേശം സമർപ്പിക്കുന്ന ഭാഗത്ത് ഏകാദശത്തിൽ നമ്മൾ കാണുന്നർത്ഥം. മയ്യ അർപ്പിത ആത്മാ മദ്വിന ന വാഞ്ചതി. എൻ്റെ ഭക്തൻ എന്നെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അവിടെ നമ്മൾ ഉറക്കെ ചിന്തിക്കാറുണ്ട്, എൻ്റേതിന് ആഗ്രഹിക്കാറില്ല എന്നർത്ഥം. അപ്പോൾ ഭഗവാനെ വേണോ ഭഗവാൻ്റേത് വേണോ എന്ന് വന്നാൽ എനിക്ക് ഭഗവാനെ മതി എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയണം. പക്ഷെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് ഭഗവാൻ്റേതിനാണ് എന്ന്. സന്തതി സൗഖ്യം വരുത്തണം ഈശ്വര, സന്താപമൊക്കെ അകറ്റ. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അന്ധവത്വഫലം. ഇതൊക്കെ നശിക്കുന്നതാണ്. കാലാന്തരത്തിൽ നശിക്കാത്തതൊന്നു മാത്രമേ ഉള്ളൂ. അതാഗ്രഹിക്കും അല്ലേ. വലിയ നാരായണ സേനയെ സ്വീകരിച്ച ദുര്യോധനാദികൾക്ക് എന്ത് സംഭവിച്ചു? നിരായുധനായിട്ട് ഞാൻ വരാൻ, പത്മമാലി നിരായുധ, നല്ലൊരു പ്രയോഗം കാണാം. രാസന്ധനുമായിട്ട് യുദ്ധത്തിന് പോകുന്ന സമയത്ത് അങ്ങനെ നിരായുധനായ ഭഗവാനെ സ്വീകരിച്ച പാണ്ഡവാദികൾക്ക് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ഭഗവാൻ്റേത് വേണോ ഭഗവാനെ വേണോ എന്ന് ചോയ്സ് വന്നാൽ ഭഗവാനെ മതി എന്ന് പറയാനുള്ള ആർജവത്വം നമുക്ക് സമ്പാദിക്കാൻ
കഴിയണം. അത് നേടിയവരാണ് മഹാത്മാക്കൾ എന്ന് ഓർമ്മിപ്പിച്ചു. പിന്നെ ലോകസംഗ്രഹം, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അത് ഭഗവത്ഗീതയെ ഭഗവാൻ സ്പഷ്ടമായിട്ടത് വിശദീകരിച്ചു. ലോകസംഗ്രഹം. പിന്നെ അവർ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്തിനു വേണ്ടിയിട്ട്? യജ്ഞാർത്ഥം, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പിന്നെ അവർ കർമ്മം ചെയ്യുന്നു എന്നർത്ഥം. 4-ാമത്തെ ശ്ലോകത്തിൽ സ്പഷ്ടമായിട്ട് സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് ഈ പ്രമാദം ഇങ്ങനെ വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, തമോ ഗുണത്തിൽ നിന്നാണ് ഈ അജ്ഞാനത്തിൻ്റെ പ്രാഭവം ഉണ്ടാകുന്നത് എന്നർത്ഥം. അത് എന്തുകൊണ്ട് വരുന്നു? ജന്മാന്തര പാപകർമ്മ ഫലമായിട്ട് എന്നർത്ഥം. അപ്പോൾ അതിനനുസരിച്ചുള്ള ശരീരമാണ്. നേരത്തെ കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മമാണ് മേലിൽ സുഖദുഃഖത്തിന് കാരണമാകുന്നത് അല്ലേ. പൂജ്യ ഗുരുദേവ് പറയുന്ന കൊട്ടേഷൻ ഇംഗ്ലീഷിൽ ആദ്യം പറയാം, പിന്നെ മലയാളത്തിലാക്കി പറയാം. ടുമോറോ ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് യെസ്റ്റർഡേ മോഡിഫൈഡ് ടുഡേ അല്ലേ. നാളെ എന്ന് പറയുന്ന ഇന്നലെയുടെ തുടർച്ചയാണ്. പക്ഷേ ഇന്നിൽ അത് മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളതാണ് നേരത്തെ പറഞ്ഞ മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത. മനുഷ്യർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് എന്നർത്ഥം. അതുകൊണ്ട് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ട് എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ മഹാത്മാക്കളുമായിട്ടുള്ള സംഘം കൊണ്ട്, ശാസ്ത്ര പഠനം കൊണ്ട് ഇതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നർത്ഥം. അങ്ങനെ അവിദ്യാനാശത്തെയാണ് പിന്നീട് 5-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ച്. എന്തുകൊണ്ട് വേണം? യാവന്ന ജിജ്ഞാസത ആത്മതത്വം. 4 തരം ഭക്തന്മാരിൽ അല്ലേ ജിജ്ഞാസു. എന്ത് ജിജ്ഞാസ? ആത്മത. അഥാതോ ബ്രഹ്മജിജ്ഞാസ സൂചിപ്പിച്ചു. കർമ്മജിജ്ഞാസയല്ല. കർമ്മജിജ്ഞാസയുള്ളവരെ മനഃപൂർവ്വം ഉപദ്രവിക്കരുത് എന്ന് ഭഗവാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. ന ബുദ്ധിഭേദം ജനേത് അജ്ഞാനാം കർമ്മസംഗിനാം. അതുകൊണ്ട് തത്വജിജ്ഞാസ ഇന്നെന്തുകൊണ്ട് തത്വജിജ്ഞാസ ഉണരുന്നില്ല? എത്രയോ ക്ഷേത്രങ്ങളിൽ പോകുന്നു, എത്രയോ വഴിപാടുകൾ നടത്തുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. എന്തുകൊണ്ട് വരുന്നില്ല? ഉള്ളിലെ തമസ് മാറുന്നില്ല എന്നർത്ഥം. മഹാത്മാക്കളുടെ സേവ കൊണ്ട് ഇത് സാധിക്കണം. അങ്ങനെ കർമ്മവാസനകളെ ക്ഷയിപ്പിച്ചു വരണം. അതുകൊണ്ട് എന്ത് വേണം? അധ്യാത്മരാമായണത്തിൽ പറഞ്ഞു, കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ച് ചെയ്യണം. ഭാഗവത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ കാണാമെന്ന് അല്ലേ, എത്രയോ സ്ഥലങ്ങൾ. യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. എത്രയോ സ്ഥലങ്ങളിൽ കാണാം ഈ സമർപ്പണത്തിന്. യത് കരോഷി യദശ്നാസി ഒക്കെ എന്ന്. അങ്ങനെ ചെയ്ത് കർമ്മങ്ങളിൽ വിരക്തി ഉണ്ടാവണം. ശ്രദ്ധിക്കണേ, കർമ്മങ്ങളിൽ വിരക്തി ഉണ്ടാവണം. അതാണ് അവിടെ കർമാത്മകം ഇതം മനഃ. കർമാത്മക ഇതം ശരീരം നല്ല സൂചിപ്പിച്ചത്. ശ്രദ്ധിക്കണേ, ഈ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന മനസ്സ് തന്നെയാണ് എന്നർത്ഥം. മനസ്സൃജതി വൈ ദേഹാന്ന് തന്നെ സൂചിപ്പിക്കും. ഈ ദേഹം ഉണ്ടാകാൻ കാരണം മനസ്സ് തന്നെയാണ് എന്നർത്ഥം. കാരണം സ്ഥൂല ശരീരം നശിച്ചു കഴിഞ്ഞാലും നമ്മൾ നശിക്കുന്നില്ല. എന്തുകൊണ്ട്? സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും കൂടെ യാത്ര. മറ്റേതൊരു മരണം എന്ന് പറയുന്ന ഒരു തരം ഡിവോഴ്സ്, വേർപാട് മാത്രമാണ് എന്നർത്ഥം. അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ യാത്ര തുടരുകയാണ്. അതുകൊണ്ടാണ് സൂക്ഷ്മ ശരീരം, ലിംഗശരീരം ഇല്ലാതാകുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നർത്ഥം. അതുകൊണ്ട് നിവൃത്തി മാർഗത്തിൽ അല്ലേ. അപ്പം 4-ാമത്തെ സ്കന്ധത്തിൽ അവസാന ഭാഗം മുഴുവൻ പുരഞ്ജനോപാഖ്യാനം എന്നർത്ഥം. അവസാനത്തെ 2 അധ്യായം ഒഴികെ ബാക്കി 5-6 അധ്യായങ്ങൾ മുഴുവൻ പുരഞ്ജനോപാഖ്യാനം. എന്തിനു വേണ്ടിയിട്ട്? സത്യത്തിൽ ശ്രീനാരദൻ ഉണ്ടാക്കിയ കെട്ടുകഥയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുരഞ്ജനോപാഖ്യാനം പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? കർമ്മഠനായ കർമ്മം കൊണ്ടെല്ലാം പ്രാപ്യമാകും എന്നുറച്ച് വിശ്വസിച്ചിരുന്ന പ്രാചീന ബർഹിസ് നല്ല ബർഹിസിനെ ഈ വഴിക്ക്, നല്ല വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നർത്ഥം. അപ്പോൾ കർമ്മങ്ങളിൽ വിരക്തി ഉണ്ടാകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആത്മജിജ്ഞാസ വർദ്ധിക്കും. അതിന് പൂർണ്ണമാകി കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനമാർഗത്തിൽ പൂർണ്ണമായിട്ടാകാം. അല്ല, കർമ്മം മുഴുവൻ വിട്ടിട്ടില്ല, അല്പസ്വല്പമുണ്ട്, ജ്ഞാനത്തിൽ ആരംഭിച്ചു. അങ്ങനെയുള്ളവർക്കാണ് ഭക്തിയോഗം.
ഭക്തി ഉപാസന ചെയ്തോളൂ എന്ന്. ശരിയായ ഭക്തിയോഗം 12 അധ്യായം ഭഗവത്ഗീതയിലും 14 അധ്യായ ഏകാദശത്തിലും ഒക്കെ ഭംഗിയായിട്ട് ഭഗവാൻ വർണ്ണിച്ചിട്ടുണ്ട്. സപ്താഹങ്ങളിലും ഗീതാ പ്രഭാഷണങ്ങളിലും കൂടി ഭക്തിയെക്കുറിച്ച് ശരിക്കും നന്നായിട്ട് ഉറപ്പിക്കൂ എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ഇത് വിരക്തി വരും. വിരക്തി വരുന്നതോടുകൂടി എന്ത് വരും? ഏവം മനഃ കർമ്മവശം പ്രയുക്തേ അവിദ്യയാത്മന്യുപധീയമാനേ പ്രീതിർന്ന യാവന്മയി വാസുദേവേ നമുച്യതേ ദേഹയോഗേന താവത്. വാസുദേവനായ ഭഗവാനെ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നർത്ഥം. വാസുദേവ ശബ്ദത്തിന് വസുദേവരുടെ പുത്രൻ എന്നുള്ള സ്ഥൂലമായ അർത്ഥത്തെക്കാൾ ഉപരി വാസുദേവസ്യ വാസിതം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ. ആരാ വാസുദേവൻ? എല്ലാറ്റിലും വസിച്ചുകൊണ്ട് എല്ലാറ്റിനെയും ദ്യോതിപ്പിക്കുന്ന ചൈതന്യമാണ്. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന ആ പരമപ്രകാശമാണ് വാസുദേവൻ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉറപ്പായിട്ട് പറഞ്ഞത് വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. നേരത്തെ പറഞ്ഞ എക്സ്ട്രീംലി സ്കേഴ്സ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഉള്ളതിൽ അല്ലേ ഭഗവാൻ തന്നെ പറഞ്ഞില്ലേ മനുഷ്യാണോം സഹസ്രേ. 1000 നല്ല സഹസ്രം എന്ന് പറഞ്ഞ അർത്ഥം അത് അരിത്മെറ്റിക്കലേ ഉള്ളൂ. ശാസ്ത്രത്തിൽ സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കോടാനുകോടി മനുഷ്യരിൽ നിന്നാണ്. കുറച്ച് പേർക്കാണ്. യതതാമഭിസിദ്ധാനാം കച്ചിന്മാം വേത്തി തത്വതഃ. അഥവാ ഈ വഴിക്കൊക്കെ തിരിഞ്ഞു, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. പക്ഷേ എന്നെ താത്വികമായിട്ട് ഭഗവത് തത്വത്തിൽ ഉറപ്പ് വന്ന എത്ര പേരുണ്ട്? പോയിൻ്റ് ഇട്ടിട്ട് ഒരു 10 0 ഇട്ടിട്ട് അപ്പുറത്തൊരു 1 ഇട്ടാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ. അതുകൊണ്ടാണ് സഹസ്രനാമത്തിൽ തത്വം, തത്വവിത്, ഏകാത്മാ, ജന്മ മൃത്യു ജരാധിക നാമങ്ങൾ ഒന്നിച്ച് പറഞ്ഞത് എന്നർത്ഥം അല്ലേ. തത്വേന പ്രവേഷ്ടും ച പരന്തപ ജ്ഞാതും ദ്രഷ്ടും ച. തത്വേന പ്രവേഷ്ടും, ജ്ഞാതും ദ്രഷ്ടും ഒക്കെ ദ്വൈതമുണ്ട്. പിന്നെ എപ്പോഴാണ് അദ്വൈതം പൂർണ്ണമാകുന്നത്? തത്വേന. അതാണ് ഇവിടെ വാസുദേവ തത്വം എന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ ആ ഭാവത്തിൽ എത്തണം. അതിന് വാസനകളെ ക്ഷയിപ്പിക്കണം. അതുകൊണ്ടാണ് വിവേകചൂഡാമണിയിൽ വാസനാ പ്രക്ഷയോ മോക്ഷ എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ നിർവചനം നൽകിയത്. രോഗത്തിന് ചികിത്സിക്കുന്ന പോലെ പ്രായശ്ചിത്തം ചെയ്താൽ മതിയെന്ന് സാക്ഷാൽ ഭഗവാൻ ശ്രീ സുബ്രഹ്മർഷി പറഞ്ഞപ്പോൾ നല്ല ഒരു ശ്രോതാവായ ശ്രീപരീക്ഷിച്ച് എന്താ തിരിച്ചു പറഞ്ഞത്? പ്രസിദ്ധമായ വാക്യം കുഞ്ചര ശൗചവത്. ഇതുകൊണ്ട് മനസ്സിൽ വാസനകളുണ്ടെങ്കിൽ അവ വീണ്ടും വീണ്ടും അതാത് കർമ്മങ്ങൾക്ക് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വാസനകളെ ക്ഷയിപ്പിക്കണം. അതിന് വേണ്ട മാർഗത്തെ സൂചിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ ഈ ആത്മസ്വരൂപം നേരത്തെ തന്നെ ശ്രീമദ് ഭാഗവതം തുടങ്ങിയപ്പോൾ തന്നെ നമ്മെ ഓർമ്മിപ്പിച്ചു. അപശ്യതാമാത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനാം. എപ്പോഴും ഇങ്ങനെ തലയിൽ മുഴങ്ങുന്ന ഒരു മന്ത്രഭാഗമാണ്. അപശ്യതാമാത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനാം. ഈ കൂപേ വീണുഴലുന്നത് പോലെ ഗേഹേ വീണുഴലാൻ കാരണം എന്താണ്? അപശ്യതാം ആത്മതത്വം. അതുകൊണ്ട് അത് അല്ലാതെ ന അന്യപന്ഥ വിദ്യതേ അയനായ അല്ലേ. പരംപൂജ്യ ഗുരുനാഥൻ തപോവൻ സ്വാമികൾ പറയും, മോക്ഷമാകുന്ന ഹർമ്മ്യത്തിലേക്ക് പ്രവേശിക്കാൻ ജ്ഞാനമാകുന്ന ഒരൊറ്റ വാതിലേ ഉള്ളൂ. ജ്ഞാനാത് ഏവതു കൈവല്യം എന്ന് ശങ്കരഭാഷ്യത്തിൽ പറയാനും കാരണം അതുകൊണ്ട്. അപ്പോൾ അതിനുള്ള ജിജ്ഞാസ നമുക്കുണ്ടായിരിക്കണം. അതിനനുസരിച്ച് മറ്റ് മൈഥുനപ്രധാനമായ ഗാർഹസ്ഥ്യം പ്രത്യേകം പറഞ്ഞേ നമ്മൾ പറയുന്ന അഭിപ്രായമല്ല, ഭാഗവതത്തിൽ തന്നെ പറയുന്നതാണ്. പ്രഹ്ലാദൻ്റെ സ്തുതിയിൽ പോലും അത് കാണാം. ഇവിടെ 7ാമത്തെ ശ്ലോകത്തിലും പറഞ്ഞു നാസാദ്യ മൈഥുന്യമകാരമജ്ഞ. അകാരം എന്ന് പറഞ്ഞാൽ അവിടെ ആഹാരമല്ല, അകാരമാണ്. നമ്മുടെ വീടിനെ ഗൃഹത്തെയാണ് സൂചിപ്പിച്ചത്. എന്നിട്ടോ സർവത്ര താപത്രയ ദുഃഖിതാത്മാ ന വിന്ദതേ. എന്നിട്ടും
എന്തുകൊണ്ട് വിരക്തി പ്രാപിക്കുന്നില്ല? ഇതിങ്ങനെ നമ്മെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടുമുള്ള ആ ഹൃദയഗ്രന്ഥി അതാണ് അടുത്ത ശ്ലോകത്തിൽ സൂചിപ്പിച്ചത് എന്നർത്ഥം. ഭിദ്യതേ ഹൃദയഗ്രന്ഥി. ശ്രീമദ് ഭാഗവതം പരിചയമുള്ളവർക്കൊക്കെ അറിയാം. എത്രയോ സ്ഥലങ്ങളിൽ ഭാഗവത മാഹാത്മ്യം മുതൽ ഇങ്ങോട്ട് നമ്മൾ കേൾക്കുന്നു. ഭിദ്യതേ ഹൃദയഗ്രന്ഥി. ഈ ഹൃദയഗ്രന്ഥിയെ ഇതാണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അന്യോന്യ ഹൃദയഗ്രന്ഥി. സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും തോന്നുന്ന ആ ഒരു ഭാവത്തെ എന്നർത്ഥം അത് സൂചിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഗാർഹസ്ഥ്യത്തിൽ കൂടുതൽ ആസക്തി വരുമ്പോൾ കാബിലത്തിലൊക്കെ സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഗൃഹാസക്തന്മാരുടെ പതനം എന്ന് തന്നെയാണ് അതിൻ്റെ ഹെഡിങ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കും എന്നർത്ഥം. അത് ഗാർഹസ്ഥ്യത്തിലാണ് ഈ ഞാൻ എൻ്റെ എന്ന അധ്യാസം, മ്യൂച്വൽ സൂപ്പർ ഇമ്പോസിഷൻ. പൂജ്യ ഗുരുദേവൻ ഉപയോഗിക്കുന്ന വാക്കതാണ്, മ്യൂച്വൽ സൂപ്പർ ഇമ്പോസിഷൻ. അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയും അനുകൂലമായ സാഹചര്യവും ഗാർഹസ്ഥ്യത്തിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല എന്നർത്ഥം. അത് പ്രത്യേകം സൂചിപ്പിച്ചു. എന്നിട്ട് ഹൃദയഗ്രന്ഥിയിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ പ്രകടമായ ഭാവം അഹന്ത മമതാദികൾ എന്നർത്ഥം. അതുകൊണ്ട് അഹന്തയെ, ശരീരാഭിമാനത്തെ ഉപേക്ഷിക്കണം അല്ലേ? വിമാനം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. വിമാനം വന്ന് നമ്മളെ വൈകുണ്ഠത്തിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഒരർത്ഥം അതാണ്. വിഗതാമാനം, ഞാനെന്ന ഭാവവും ഈ ദേഹാഭിമാനവും മിഥ്യാഭിമാനവും ഒക്കെ ഇല്ലാതാകണം. അപ്പോഴാ വിമാനം, വിഗതാമാനം അത് കിട്ടിയാൽ പിന്നെ നേരെ വൈകുണ്ഠത്തിലേക്ക് പോകാം. ഏത് വൈകുണ്ഠം? ഒരു തരത്തിലും ദുഃഖവും കാമക്രോധാദികളും അസൂയയും ഒന്നുമില്ലാത്ത ഒരു ശാന്തമായ, നേരത്തെ സ്വാമി സൂചിപ്പിച്ച പ്രശാന്തമായ അവസ്ഥ എന്നർത്ഥം. അത് സൂചിപ്പിച്ചു എന്നർത്ഥം. അതിനെന്ത് വേണം? ഈ ഗുരുവിൻ്റെ പ്രാധാന്യത്തെ പ്രത്യേകം സൂചിപ്പിച്ചു 10ാമത്തെ ശ്ലോകത്തിൽ. ഹംസേ ഗുരൗ മയി ഭക്ത്യാനുവൃത്യ വിതൃഷ്ണയാ ദ്വന്ദ്വതിതിക്ഷയാ ച സർവത്ര ജന്തോർവ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേഹാനിവൃത്യ. ഇവിടെ ജഡവും ചൈതന്യവും കൂടെ ചേർന്നാണ് ഇരിക്കുന്നത് എന്നർത്ഥം. അവിഭക്തം വിഭക്തേഷു എന്ന് ഭഗവത്ഗീതയിൽ സൂചിപ്പിക്കും. അത് തിരിച്ചറിയാൻ കഴിയണം. മൈക്കിൽ ശബ്ദം ഉണ്ടാക്കുന്നെങ്കിൽ അത് മൈക്കിൻ്റെ ഗുണമല്ല, മാത്രമല്ല പിന്നെ അതിൻ്റെ പിന്നിലുള്ള ഇലക്ട്രിസിറ്റിയാണ് അതിന് കാരണം എന്നതിനെ രണ്ടായിട്ട് കാണാൻ കഴിയണം. ഐഡൻറ്റിഫിക്കേഷൻ, താതാത്മ്യം കൂടുതൽ വരുമ്പോൾ നമുക്കിതെല്ലാം ഒന്നായിട്ട് തോന്നുന്നു. അതാണ് വിദ്യ കൊണ്ട് ഇത് സാധിക്കണം എന്ന് സൂചിപ്പിച്ചു. അതിനെന്താ ചെയ്യുക? അതും സ്പഷ്ടമായിട്ട് പറഞ്ഞു. മത് കർമ്മഭിർ മത് കഥയാച്ച നിത്യം മദ്ദേവസംഗാത് ഗുണകീർത്തനാന്മേ നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയ ദേഹ ഗേഹാത്മബുദ്ധേ. ദേഹ ഗേഹാത്മ ബുദ്ധി, ദേഹത്തിലും ഗേഹങ്ങളിലുമുള്ള ആത്മബുദ്ധിയുടെ ജിഹാസയ അല്ലേ? മൂഢ ജഹീഹി എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ. അതിനെ ഉപേക്ഷിക്കൂ അല്ലയോ പുത്രന്മാരേ. ഋഷഭദേവൻ പുത്രന്മാരെ എന്ന് വിളിച്ച് നമ്മളോട് തന്നെ പറയുന്നതെന്ന് വിചാരിച്ചോളൂ എന്നല്ല അല്ലേ? ഭാഗവത്തിലെയൊക്കെ ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഗുരുനാഥൻ നമ്മോട് ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് ഭാവന ചെയ്യാൻ കഴിയണം എന്നർത്ഥം. അപ്പോൾ നമ്മോട് തന്നെ പറഞ്ഞു ഇങ്ങനെ ചെയ്യൂ. അതിനെന്ത് ചെയ്യണം? കർമ്മങ്ങളൊക്കെ ഭഗവാന് സമർപ്പിക്കുക. നേരത്തെ സൂചിപ്പിച്ചു. സമാചര എന്ന് കർമ്മയോഗം എന്ന 3ാം അധ്യായത്തിൽ ഭഗവാൻ ഉപയോഗിച്ച ഒറ്റ വാക്കിൽ അത് മുഴുവൻ അടങ്ങിയിരിക്കുന്നു. കാര്യം കർമ്മ സമാചര. അവിടെ കാര്യം കർമ്മ എന്ന് പറഞ്ഞത് നമ്മുടെ വർണ്ണാശ്രമ നമ്മുടെ പൊസഷൻ ആൻഡ് പൊസിഷൻ അനുസരിച്ച് അവശ്യം ചെയ്യേണ്ട കർമ്മങ്ങളെയാണ് അവിടെ കാര്യം കർമ്മ എന്ന് പറഞ്ഞത്. അതെങ്ങനെ ചെയ്യണം? മതർപ്പിതം. ആദ്യം അത് പറഞ്ഞു. പിന്നെന്താ ചെയ്യേണ്ടത്? മത് കഥയാച്ച നിത്യം അല്ലേ? വാണീ ഗുണാനുകഥനെ ശ്രവണൗ കഥായാം. കൈകളൊക്കെ ഭഗവാന് സേവ ചെയ്യാനാവട്ടെ, കാതുകളൊക്കെ
ഭഗവത് കഥകൾ കേൾക്കാനാവട്ടെ. അല്ലേ? ഭഗവത് കഥകൾ കേൾക്കാത്തതൊക്കെ വെറും പാമ്പിൻ്റെ മാള പോലെയാണെന്ന് സ്പഷ്ടമായിട്ട് ഭാഗവത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഭഗവത് കഥകളെ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. പിന്നെയോ ഭക്തന്മാരോട് സംസർഗം. അല്ലേ? നേരത്തെ നളകൂപരമണിക്കുര്യന്മാരുടെ പ്രാർത്ഥനയിൽ സ്പഷ്ടമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അല്ലേ? ആ ഭക്തന്മാരോട് നിരന്തരമായ സംസർഗം. അല്ലേ? മലയാളം ഭാഗവത്തിലെ കൗതുകമൊന്നിലും ഇല്ലിനി മഹതാം ഭഗവത് ഭക്തന്മാരോട് കൂടി ഭഗവത് ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം വേറൊന്നിലും കൗതുകമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകട്ടെ. അപ്പോൾ അത് സാധിക്കും. അങ്ങനെ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുക. അദ്വേഷ്ട സർവഭൂതാനാം, അതും ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചു എന്നർത്ഥം. നിർവൈര സാമ്യഭൻ, ഒന്നിനോടും വൈരമില്ലാത്ത സൗഹൃദത്തിൻ്റെ ഭാവം. പിന്നെ അധ്യാത്മശാസ്ത്രാഭ്യാസം അടുത്ത ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. അധ്യാത്മയോഗേന വിവിക്ത സേവയാ. അല്ലേ? സാധനാപഞ്ചകം ആരംഭിക്കുന്നത് തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ്. വേദോ നിത്യമധീയതാം, 40 സാധനകൾ. അല്ലേ? 5 ശ്ലോകങ്ങൾക്കുണ്ട്. 8 കണക്ക് കൃത്യമാണ്. 8 × 5 40 ഉറപ്പിക്കാമെന്നർത്ഥം. അല്ലേ? അതിലാദ്യത്തെ സാധന പറഞ്ഞത് ഇതാണ്, വേദോ നിത്യം അധീയതാം. ഈ അധ്യാത്മയോഗം, അധ്യാത്മശാസ്ത്ര അഭ്യാസം വേണം. പിന്നെയോ വിവിക്ത സേവയാ, ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കണം. നമ്മളൊക്കെ സ്ഥിരം പറയുന്നൊരു വാചകം ഉണ്ടല്ലോ, ഒറ്റയ്ക്കിരുന്ന് എന്തോ അടിച്ചു എന്നാണ് പറയുക, ബോറടിച്ചു എന്നല്ലേ. പക്ഷേ ഭാവത്തിലേക്ക് കയറിയവർക്ക് ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കില്ല. നമ്മുടെ പൂജ്യ ഗുരുനാഥൻ പറയും, ലോൺലിനെസ് ഈസ് പെർസ്പയറിങ്, എലോൺനെസ് ഈസ് ഇൻസ്പയറിങ്. ഏകാന്തതയ്ക്ക് ഇംഗ്ലീഷിൽ 2 വാക്കാണ് പറഞ്ഞത്, ലോൺലിനെസ്, എലോൺനെസ്. മലയാളത്തിൽ അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. മലയാളം പറയുമ്പോൾ 2 ഏകാന്തത തന്നെയാണ്. പക്ഷേ അധ്യാത്മ മാർഗം സ്വീകരിച്ചവർക്ക് ഒരിക്കലും ഒറ്റയ്ക്കിരുന്നിട്ട് ഉണ്ടാവില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? സുഖമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കാനും കിട്ടുന്ന അവസരം ഭഗവത്ഗീതയിലൊക്കെ സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കും. വിവിക്ത ദേശ സേവിത്യം അരതിർ ജനസംസതി, ആ വാക്ക് തന്നെ ഉപയോഗിച്ചു. അരതിർ ആൾക്കൂട്ടത്തിൽ ബഹള താല്പര്യമില്ലാതിരിക്കുക എന്നർത്ഥം. അതും ഇവിടെ സൂചിപ്പിച്ചു. പിന്നെയോ സത്ശ്രദ്ധ, ശ്രദ്ധ പലതരത്തിലാകാം എന്നർത്ഥം. സത്ശ്രദ്ധ ഉണ്ടാകണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. മഹാനായ രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത്, സത്ശ്രദ്ധയുണ്ടാകുന്നത് സൂര്യോദയത്തിന് മുമ്പ് കോഴി കൂവുന്ന പോലെയാണ് എന്നാണ്. കോഴി കൂവുന്നതുകൊണ്ടല്ല സൂര്യൻ ഉദിച്ചത്, പക്ഷേ കോഴി കൂവിയാൽ വല്ല ഉറപ്പാണ് എന്ത്, സൂര്യൻ ഉദിക്കുന്നത്. അതുപോലെയാണ് ശ്രദ്ധ ഉണ്ടായോ രക്ഷപ്പെട്ടു. സത്ശ്രദ്ധ ഉണ്ടാവട്ടെ, അത് സൂചിപ്പിച്ചു. പിന്നെ വാചാം യമേന, അനാവശ്യമായിട്ട് നാക്ക് ഉപയോഗിക്കുക. അല്ലേ? നാക്കാണല്ലോ ഡബിൾ റോളുള്ള സാധനം എന്നർത്ഥം. അല്ലേ? ശബ്ദം ഉണ്ടാക്കുന്ന കർമ്മേന്ദ്രിയമായിട്ടും രുചി അറിയുന്ന രസേന്ദ്രിയമായിട്ടും സൂചിപ്പിക്കുന്നർത്ഥം. അതുകൊണ്ട് ഇതിൻ്റെ 2നെയും നിയന്ത്രിക്കണം. ഇത് സാധനങ്ങൾ പറയുമ്പോൾ എപ്പോഴും സൂചിപ്പിക്കുന്നതാണ്. അതാണ് ജിഹ്വോപസ്ഥങ്ങളുടെ ജയം വളരെ പ്രയാസമാണ്. അപ്പോൾ ഈ നാക്കിന് ഈ 2 ധർമ്മങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അമിതമായ ആഹാരം, ഒബീസിറ്റിയൊക്കെ വലിയ പ്രശ്നം, ഒരു കാര്യം. പിന്നെയോ വാക്കുകളെ നിയന്ത്രിക്കാൻ സാധിക്കണം. പലപ്പോഴും ഈ വാക്ക് ആവശ്യമില്ലാത്ത സംസാരമാണല്ലോ വീട്ടിലായാലും പുറമേ ആയാലും ഒരുപാട് കുഴപ്പങ്ങൾക്ക് കാരണമാകുന്ന, ശ്രദ്ധിക്കൂ. അങ്ങനെ ഒരു പരിശീലനമൊക്കെ നേടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സർവത്ര മദ്ഭാവ വിചക്ഷണേന ജ്ഞാനേന വിജ്ഞാന വിരാജിതേന, സ്പഷ്ടമായിട്ട് സൂചിപ്പിച്ചു എന്നർത്ഥം. ഭഗവാനാണ് എല്ലാം എന്ന നേരത്തെ പറഞ്ഞ വാസുദേവ സർവമിതി, അതൊരു ചിന്ത വരണം. അത് ഭക്തിയുടെ ഭാവത്തിലായാലും ജ്ഞാനത്തിൻ്റെ ഭാവത്തിലായാലും 2 ഒന്ന് തന്നെ. എങ്കിലും പ്രകടമായ തലത്തിൽ ഒരു പക്ഷേ ഒരു ചെറിയ ഒരു വൈരുദ്ധ്യമല്ല,
വൈവിധ്യം തോന്നിയാലും പരമമായ ഭാവത്തിൽ അത് ഒന്ന് തന്നെ. ഭക്തൻ്റെ ഭാഷയിൽ സർവം ഭഗവന്മയം, അഹം ബ്രഹ്മാസ്മി നിറച്ച ബ്രഹ്മതത്വം അല്ലാതെ ബ്രഹ്മതത്വം തത്താവദ്ഭാതി. എവിടെ? ഗുരുവായൂർ മതിലകത്ത് മാത്രമല്ല ഭട്ടതിരിപ്പാട് പറഞ്ഞു, പിന്നെ ഇവിടൊക്കെ ബ്രഹ്മതത്വമാണ് എന്ന്. കാരണം ഉപാധികളെ കാണുന്നവർ ചൈതന്യത്തെ കാണുന്നില്ല, ചൈതന്യത്തെ കാണുന്നവർ ഉപാധികളെയും കാണുന്നില്ല. അതുകൊണ്ടാണ് എളുപ്പം മനസ്സിലാക്കാവുന്ന രണ്ട് വാക്ക്, ഉപാധി സഹിത ചൈതന്യം നമ്മളൊക്കെ, ഉപാധിരഹിത ചൈതന്യം ഭഗവാൻ. ഒരു രായും ഒരു സായും ഓർത്താൽ വളരെ എളുപ്പമായി. അപ്പോൾ ഉപാധി സഹിത ചൈതന്യത്തിൽ ചൈതന്യത്തെ വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയണം. അതിന് ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നും എൻ്റേതുമെന്നും ഒക്കെ തോന്നിയിരുന്ന ആ അജ്ഞാനത്തെ നിന്ന് മോചനം നേടണം. അതുകൊണ്ടെന്ത് വേണം? ആത്മാരാമനായിട്ട് ഇരിക്കൂ. ഇതെങ്ങനെ വേണം? പ്രയത്നം നന്നായിട്ട് വേണം. പ്രയത്നത്തിൻ്റെ പ്രാധാന്യവും അവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ജീവൻ മുക്തൻ ആരാണ് എന്ന ഭാവത്തെയും അവിടെ സൂചിപ്പിച്ചു. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇതിൽ ഉറപ്പായിട്ട് പറയും, യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം. കർമ്മഫല യുക്തനായിട്ടിരുന്ന കർമ്മഫലത്തെ ത്യജിച്ചവർ നൈഷ്ഠികീം ശാന്തി, സ്ഥിരമായ ശാന്തി, പ്രശാന്തി അനുഭവിക്കുന്നു. അയുക്ത, അതിൻ്റെ തൊട്ടടുത്ത ശ്ലോകത്തിൽ തന്നെ, ശ്ലോകാർത്ഥത്തിൽ തന്നെ പറഞ്ഞു, അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. അയുക്തന് എന്ത് സംഭവിക്കുന്നു? കർമ്മത്തിലല്ല, കർമ്മത്തിനേക്കാൾ ശ്രദ്ധ കർമ്മഫലത്തിലായിരിക്കുന്നു. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകം ഭഗവാൻ സ്പഷ്ടമായിട്ട് 4 ക്ലോസുകളിൽ അത് പറഞ്ഞു തന്നു എന്നർത്ഥം. അതുകൊണ്ട് പ്രാരബ്ധ കർമ്മബലം കൊണ്ട് ആണ് ഇത് എന്ന് ബോധിച്ചുകൊണ്ട് മഹാത്മാക്കളെ സേവിക്കുക. കോപം ഒഴിവാക്കേണ്ടതിൻ്റെ പ്രാധാന്യം 15-ാമത്തെ ശ്ലോകത്തിൽ അല്ലേ, ക്രോധാദ്ഭവതി സമ്മോഹ, ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 1-ാമത്തെ ലക്ഷണോപദേശത്തിൽ, സാന്ത്വന ലക്ഷണോപദേശത്തിൽ അല്ലേ, ക്രോധം പരിത്യജിക്കേണം ബുധജനം, ക്രോധമല്ലോ യമനായത്. എവിടെയാ ക്രോധത്തിൻ്റെ? ക്രോധത്തിനൊരു പേരും കൂടെ ഉണ്ട്, കാമാനുജൻ എന്നാണ്. കാമത്തിൽ നിന്നാണ്, കാമാത് ക്രോധോഭിജായതേ. അതുകൊണ്ട് കാമം ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം, ഉറപ്പിച്ച് പറഞ്ഞു എന്നർത്ഥം. അത് ഇവിടെ സൂചിപ്പിച്ചു എന്നർത്ഥം. അതുകൊണ്ട് കോപം നിയന്ത്രിക്കണം. എന്നിട്ട് പ്രത്യേകം സൂചിപ്പിക്കുന്നു, കുട്ടികളെ അനുസരിക്കുന്നില്ല എന്ന് വെച്ചിട്ട് അവരോട് ദേഷ്യപ്പെടരുത് എന്ന്. ആദ്യം നമുക്കൊക്കെ ആദ്യം ദേഷ്യമല്ലേ വരിക എന്ന്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അവരെ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. പിന്നെ നേരത്തെ സൂചിപ്പിച്ചു ഭഗവത്ഗീതയിലെ ന ബുദ്ധിഭേദം ജനയേത് എന്ന്, അത് വീണ്ടും ഇവിടെ സൂചിപ്പിച്ചു 16-ാമത്തെ ശ്ലോകത്തിൽ. അതിന് നല്ല ഉദാഹരണം പറഞ്ഞു, അന്ധേനൈവ നീയതേ അന്ധമാന. ആ കുറച്ച് അന്ധന്മാരെ ഒരന്ധൻ ഇങ്ങനെ വഴി നയിച്ച് കൊണ്ടുപോവുകയാണ്. വടി കൊണ്ട് ഇങ്ങനെ നോക്കി 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 പോവുകയാണല്ലോ. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന ആൾക്കാരോട് ചോദിച്ചു, നേരെ നടന്നാൽ പോകാമല്ലോ ഇല്ലേ? കുഴിയുടെ വക്കത്തെത്തിക്കഴിഞ്ഞപ്പോൾ നടന്നോളൂ നടന്നോളൂ എന്ന് പറഞ്ഞു എന്നാണ്. എന്നിട്ട് ചെന്ന് കുഴിയിലോട്ട് വീണപ്പോൾ കൈകൊട്ടി ചിരിച്ചു എന്നർത്ഥം. ഹരീക്ഷ ഹരീക്ഷ. അതുപോലെയാണ് കർമ്മമാർഗത്തിൽപ്പെട്ട ഒഴിലുന്നവരെ വീണ്ടും വീണ്ടും കർമ്മമാർഗത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അതൊരിക്കലും ചെയ്യരുത്. പിന്നീടാണ് അവളുടെ പ്രസിദ്ധമായ 18-ാമത്തെ ശ്ലോകം, ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീന സസ്യാത് ദൈവം ന തൽസ്യാത് ന പതിച്ഛ സസ്യാത് ന മോചേത് യഃ സമുപേതമൃത്യം. ഈ മൃത്യുമാർഗത്തിൽ നിന്ന്, മൃത്യുമാർഗം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് മോചനത്തിനുള്ള മാർഗം ഉപദേശിച്ചു കൊടുക്കാത്ത, സ്വജനം സ്വജനമല്ല, പിതാവ് പിതാവല്ല, ദൈവം ദൈവമല്ല, ഭർത്താവ് ഭർത്താവല്ല, അമ്മ അമ്മയല്ല. വളരെ പ്രസിദ്ധമായ ശ്ലോകം.
എന്നിട്ട് ആ ഉപദേശം അവിടെ സമർപ്പിക്കുകയാണ്. എനിക്ക് തുല്യനായ ഭരതനെ, മൂത്തപുത്രനായ ഭരതനെ നിങ്ങൾ അനുസരിക്കണം. അങ്ങനെ ഭരതൻ്റെ ആജ്ഞ അനുസരിച്ച് നിങ്ങൾ പ്രജാപരിപാലനം ചെയ്യണം എന്നൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ട് ബ്രാഹ്മണരുടെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നു. ആരാണ് ബ്രാഹ്മണൻ? ബ്രഹ്മനിഷ്ഠൻ, ശ്രോത്രിയൻ, ബ്രഹ്മനിഷ്ഠൻ എന്ന് ഉപനിഷത്തിലെ നിർവചനം. ബ്രഹ്മനിഷ്ഠൻ, വിദ്യാവിനയസമ്പന്നെ ബ്രാഹ്മണേ എന്ന് 5-ാം അധ്യായം ഭഗവത്ഗീതയിൽ ഉറപ്പായിട്ട് പറഞ്ഞു എന്നർത്ഥം. ബ്രാഹ്മണൻ്റെ ലക്ഷണം പറയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞതെങ്കിൽ പോലും സാന്ദർഭികമായിട്ട് അവിടെ സൂചിപ്പിച്ചു. അങ്ങനെയുള്ള അതാണ് ബ്രഹ്മവിദ്, ബ്രാഹ്മണോ, ബ്രഹ്മി, ബ്രഹ്മജ്ഞോ, ബ്രാഹ്മണപ്രിയ എന്ന് സഹസ്രനാമത്തിൽ അത്രയും നാമങ്ങൾ ഒന്നിച്ച് ചേർത്ത് പറഞ്ഞത് എന്നർത്ഥം. എന്തായാലും ആ മാഹാത്മ്യം, കാരണം എന്നേക്കാൾ ശ്രേഷ്ഠരാണ് ബ്രാഹ്മണർ, ബ്രഹ്മനിഷ്ഠന്മാർ. കാരണം ജ്ഞാനീ ത്വാത്മൈവ മേ മതം. 4 തരം ഭക്തന്മാരെക്കുറിച്ച് പറഞ്ഞില്ലേ? ജ്ഞാനീ തു ആത്മായേവാ, അതുകൊണ്ട് വേറെയല്ല. ഏകാദശം വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം, ഞാൻ ഭക്തന്മാരുടെ കാലടികൾ പിന്തുടരുന്നു. എന്തുകൊണ്ട്? ലോകത്തെ പവിത്രമാക്കുക എന്ന ചടങ്ങിൽ എന്നെ അനുഗ്രഹിക്കുന്നതിൻ്റെ ഭക്തന്മാരാണ്. അതുകൊണ്ട് ഭക്തന്മാരെ, ബ്രാഹ്മണരെ നിങ്ങൾ പൂജിക്കണം എന്ന് സൂചിപ്പിച്ചു. പിന്നീട് ഈ ഭഗവാന്റെ സർവാന്തര്യാമിത്വത്തെ ബോധിപ്പിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വ്യർത്ഥമാണ്. അത് കാബിലത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ ഭസ്മന്യേവ ജുഹോതി സഹ എന്നൊരു പ്രയോഗമുണ്ടായിരുന്നു. പരമമായ ചൈതന്യമാണ്, സർവാന്തര്യാമിയായ ഭഗവാന്റെ സർവവ്യാപിത്വം അറിയാതെ വല്ലതൊക്കെ ചെയ്യുന്നത് ഭസ്മത്തിൽ കൊണ്ട്, അഗ്നിയിൽ ഹോമിക്കേണ്ട യാജ്യം ചാരത്തിൽ കൊണ്ടൊഴിക്കുന്നത് പോലെ ഇല്ലേ? അതിൻ്റെ ഒരു ഫ്യൂട്ടിലിറ്റി ഹൈലൈറ്റ് ചെയ്യാൻ ഇതിൽ കൂടെ ഒരു നല്ല ഉദാഹരണം എന്തിരിക്കുന്നു, അതും ഇവിടെ സൂചിപ്പിച്ചു. ഭഗവാന്റെ സർവാന്തര്യാമി ഭാവത്തെ ഉറപ്പിക്കലാണ് പ്രധാനം എന്ന് സൂചിപ്പിച്ചു. എന്നിട്ട് തനിക്ക് എന്തുകൊണ്ടാണ് ഋഷഭൻ എന്ന പേര് വരാൻ ഉള്ള കാര്യം ശ്രേഷ്ഠൻ എന്നുള്ള ആ അർത്ഥത്തിൽ വന്നത് സൂചിപ്പിച്ചു. പിന്നീട് ഭരതചരിതവും മറ്റ് ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഈ പുണ്യവേദിയിൽ ഒരിക്കൽ കൂടി വരാൻ അനുഗ്രഹിച്ച ഇതിൻ്റെ മുഖ്യ സംഘാടകനായ പരമേശ്വരൻ തിരുമേനിയെയും ദിവാനന്ദിനിയെയും അപ്പൂന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ കൊച്ചുകുട്ടിയെയും എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട്, സജ്ജനങ്ങളായി സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച എല്ലാ ശ്രോതാക്കളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ, വലിയ തിരുമേനിയുടെ പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. നല്ലതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിന്മയ വൈഭവം നമ്മുടെ അടുക്കല്ല. അറിയാതെ വല്ല തെറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചിന്മയ പാദങ്ങളിൽ സമർപ്പിക്കട്ടെ.